സംസ്ഥാന കലോത്സവ വേദികളിലെ ഗ്ലാമർ ഇനങ്ങളില്ലെങ്കിലും പ്രധാനമായ ഇനമാണ് ഓട്ടൻതുള്ളൽ. പള്ളിക്കലാർ നദിയുടെ ഓളത്ത് താളം പിടിച്ച ഓട്ടൻതുള്ളലിന്റെ വിശേഷങ്ങളിലേക്ക്. വേദിയെട്ട് പള്ളിക്കലർ. നദിയൊഴുകുന്നത് പത്തനംതിട്ടയിലാണെങ്കിലും 8 വരെ തൽക്കാലത്തേക്കുള്ള ഒഴുക്ക് തിരുവനന്തപുരത്താണ്. പുഴയുടെ ഓളത്തിന് താളം പിടിക്കുന്നത് ഓട്ടം തുള്ളലും. തുള്ളൽ കഥയിൽ പലതും പറയുമെന്നാണല്ലോ. അപ്പോൾ പിന്നെ അത് എന്തൊക്കെയാണെന്നത് നേരിട്ട് തന്നെ കേട്ടുകളയാം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്തിൽ കാട്ടിലേക്ക് പോയ സമയത്ത് അവർ കഷ്ടപ്പെടുമായിരിക്കും എന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ദുര്യോധനൻ അവരും കൂട്ടാളികളും കൂടിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഉള്ള ഒരു ഭാഗമാണ്. കേൾക്കാനും കാണാനും മനോഹരം. പറയുമ്പോൾ സാധാരണക്കാരൻ്റെ കഥകളിയും. സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കുമെതിരായി 300 കൊല്ലം മുൻപുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു കുഞ്ചൻ നമ്പ്യാറിന്റെ ഓട്ടൻതുള്ളൽ. പക്ഷേ പൊതുവേദിയിൽ ലഭിക്കുന്ന ജനപങ്കാളിത്തം കലോത്സവ വേദിയിൽ വർഷം കൂടുന്തോറും കുറഞ്ഞു വരികയാണ്. ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന കല ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് കോമഡി പറഞ്ഞ് ചെയ്യുന്നതാണ്. ആളുകൾ ഇല്ലാതാവുമ്പോൾ അതിന്റെ പോരായ്മ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ആള് ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. ഇത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ജനങ്ങളുടെ പ്രോത്സാഹനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അതിപ്പോൾ വളരെ കലാകാരികൾക്ക് വളരെ മാനസികമായിട്ടൊരു വിഷമതയുണ്ട്. ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു മത്സരവേദി ആയതുകൊണ്ട് ഇതൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതല്ലാതെ ഇപ്പോഴും ഒരു സാധാരണ ഉത്സവ പറമ്പിലോ അങ്ങനെ ഇതിപ്പോൾ കാണാറില്ല. അധികം ആ ഒരു കുറവുണ്ട്. എങ്കിലും നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്തും അഭിനയിച്ചും പോരാടിയ ഈ കലാരൂപം ജ്വലിച്ചു തന്നെ നിറഞ്ഞാടട്ടെ. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.